കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കുമോ? അവ പറയുന്ന പുതിയ ആൾക്കാരെ കൊണ്ടൊന്ന് ഭരണം പഠിപ്പിക്കാൻ. എന്താ ഡ്രൈവിംഗ് സ്കൂളാ? ഇത് ഡ്രൈവിംഗ് സ്കൂളാണോ? പുതിയ ആൾക്കാരെ കൊണ്ടൊന്ന് പഠിപ്പിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൽ വിലയിരുത്തലിൽ ഡ്രൈവിംഗ് സ്കൂളാണോ? പറയാൻ തയ്യാറാകണം. എങ്കിലൊരു കാര്യം ചെയ്യും, എൽ ബോർഡ് കൂടെ വെച്ചോ. ഞങ്ങൾ വയ്ക്കും, തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ബോർഡ് വയ്ക്കും. ആര്യാരാജനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചതിന്റെ ചുറ്റും പോകണം എന്ന് എൽ ബോർഡ് വയ്ക്കുവാൻ വേണ്ടി ഗോവിന്ദൻ മാഷ് തയ്യാറാകണം. പിണറായി വിജയൻ തയ്യാറാകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. എങ്ങനെയാണെന്നറിയാം. വി മുരളീധരൻജി ഈ വിഷയം വളരെ സജീവമായിട്ട് സംസാരിക്കും. കാരണം അദ്ദേഹം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ മാലിന്യ വിഷയത്തിൽ 2010 മുതൽ വളരെ വലിയ പോരാട്ടം ഞങ്ങൾ നടത്തിയത്. 2014 അന്ന് 6 സീറ്റ് ഉണ്ടായിരുന്നത് 2015 35 സീറ്റായിട്ട് വർദ്ധിച്ചുവെങ്കിൽ അന്ന് മാലിന്യ പ്രശ്നത്തിൽ ബിജെപി നടത്തിയ പോരാട്ടമാണ് എന്ന് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയും. ഞാൻ ഒറ്റ സംഭവം കൂടി പറയാം, മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഒരു സംഭവം നടന്നു. അതായത് ഇവിടെ ഇപ്പോ ഞാനും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു 10-30% മാത്രമേ അഴിമതിക്കാരുള്ളൂ. ബാക്കി 10-70% നല്ല ആൾക്കാരാ. ഒരു 30% ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ എന്താ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ എല്ലാവരും പറയുന്നില്ല. വൈകുന്നേരം ഹോട്ടലുകളിൽ ചെന്നിട്ട് പാക്കറ്റ് വാങ്ങിക്കുക, പാക്കറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവന് ഫൈൻ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ കലാപരിപാടിയുള്ള ഒരു 10-30% ഉദ്യോഗസ്ഥന്മാരുണ്ട്. ബാക്കി ഒരുപാട് സത്യസന്ധരായിട്ടുണ്ട്. ഞങ്ങളോടൊക്കെ വളരെ മാന്യമായിട്ട് നന്നായിട്ടാണ് അവർ പെരുമാറുന്നത്. അത് ശാന്തിയുടെ അനുഭവങ്ങളുണ്ടായിരിക്കും ഒരു പക്ഷേ. എന്തായാലും നല്ല രീതിയിൽ അവർ പെരുമാറുന്നത് സത്യസന്ധരായ. കാരണം കള്ളവോട്ട് കഴിഞ്ഞതിന് ബിജെപിയുടെ വോട്ടെടുത്ത് മാറ്റിയ ശാന്തി ഇപ്പോ ഉണ്ടെന്നുകയാണ്.